2017 പുറത്തിറങ്ങിയ രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത രാമൻ്റെ ഏദൻ തോട്ടം എന്ന ചിത്രത്തിൽ സന്തോഷ് വർമ്മ രചിച്ച വളരെ മനോഹരമായൊരു ഗാനമുണ്ട്. അതാരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അകലെയൊരു കാടിൻ്റെ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ, അവിടെ വന്നിളവേറ്റ നാട്ടുപെൺ പക്ഷിതൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ടോ. ഈ മനോഹരമായൊരു ചോദ്യം ഒരു കാടിൻ്റെ തരള ഹൃദയം പോലെ, ഒരു പെൺപക്ഷിയുടെ നോവു പോലെ നമ്മളിലേക്ക് ഒഴുകി വന്നു. അതുപോലെ ഒരു കാടിന് നടുവിൽ ആനമല പർവ്വത ശൃംഖങ്ങൾക്കു കീഴിൽ ഒരു ഹോം സ്റ്റേ നടത്തുന്ന ലെന എബ്രഹാമിൻ്റെയും അവരുടെ ഭർത്താവ് കെയുടെയും ജീവിതത്തിലേക്കാണ് അനിത നായരുടെ പുസ്തകം ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ പുസ്തകം പ്രണയപാചകം എന്ന പേരിൽ സ്മിത മീനാക്ഷി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഭക്ഷണവും അക്ഷരമാലയും പ്രണയവും കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് പ്രണയിതാക്കൾക്കുള്ള ഒരു സൂപ്പ് പോലെയാണ് ഈ പുസ്തകം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ജീവിതത്തിൻ്റെ രുചിക്കൂട്ടുകൾ പലതരത്തിലുള്ളതാണ്. ഉപ്പും മധുരവും പുളിയും കയ്പുമൊക്കെയായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ അനുഭവിച്ചിട്ടോ രുചിച്ചിട്ടോ പോലുമില്ലാത്ത അപൂർവ ഇനം രുചിക്കൂട്ടുകൾ വളരെ യാദൃശ്ചികമായി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഈ പുസ്തകത്തിലെ ലെന എബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അത്തരത്തിൽ പ്രണയത്തിൻ്റെ അത്ഭുതപൂർവമായ ഒരു രുചിക്കൂട്ടാണ്. ലെനയും ഭർത്താവും നടത്തുന്ന മിമോസ കോട്ടേജിലേക്ക് ഒരു അതിഥി വരുന്നു. കാടും അതിൻ്റെ വന്യതയും നിശബ്ദതയും ചൂളക്കാക്കകളും വനപുഷ്പങ്ങളും ആ അതിഥിക്ക് വഴിയൊരുക്കുന്നു. സ്നേഹരാഹിത്യവും ലോകത്തിൻ്റെ പൊള്ളയായ മുഖങ്ങളും കണ്ടുമടുത്ത ദക്ഷിണേന്ത്യൻ സിനിമയിലെ സൂപ്പർ ഹീറോ ഷൂല പാണി എല്ലാത്തിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടം എന്ന നിലയിലാണ് ആനമല കുന്നുകൾക്ക് കീഴിലെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മിമോസ കോട്ടേജിലേക്ക് എത്തുന്നത്. മനുഷ്യരുമായി യാതൊരു തരത്തിലുള്ള വൈകാരിക ബന്ധങ്ങളും സ്ഥാപിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഷൂലാപാനി എന്ന് പറയുന്ന അഭിനേതാവ് അല്പം സമാധാനവും സ്വച്ഛതയും ഒക്കെയാണ് ഈ ഒരു ഒളിച്ചോട്ടത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ആരാധകരുടെ വീർപ്പ് മുട്ടിക്കുന്ന സ്നേഹപ്രകടനങ്ങളിൽ നിന്നും ഒരു ഫിലിം സെറ്റിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ഓട്ടത്തിൽ നിന്നുമൊക്കെ ഒരു മോചനം അയാൾക്ക് ആവശ്യമായിരുന്നു. എന്നാൽ സന്തുഷ്ട ദാമ്പത്യത്തിൻ്റെ രഹസ്യം സ്നേഹരാഹിത്യമാണെന്ന് വിശ്വസിച്ച ഒരു സ്ത്രീയായിരുന്നു ലെന. പ്രണയമില്ല എങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട സങ്കീർണതകളൊന്നും തന്നെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ എന്നായിരുന്നു ലെന വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കൊട്ടും പ്രണയം തോന്നാത്ത, എന്നാൽ ജീവിതത്തിൽ വളരെയധികം പ്രായോഗികത പുലർത്തുന്ന, വളരെയധികം അടുക്കും ചിട്ടയുമുള്ള, അവളോട് ബഹളം വയ്ക്കാത്ത, ഒച്ച വയ്ക്കാത്തൊരു മനുഷ്യനെ ലെന അവളുടെ ഭർത്താവായി സ്വീകരിക്കുന്നു. പ്രണയത്തിൻ്റെ പര്യവസാനം നിരാശയായിരിക്കും ഫലം എന്നതായിരുന്നു ലെനയുടെ പക്ഷം. ലെനയുടെ വീട്ടിലെ പാചകക്കാരി കോമതിയുടെ കണ്ണിലൂടെയാണ് ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സിൻ്റെ അവതരണ രീതി. അക്ഷരമാല പഠിക്കാൻ ശ്രമിക്കുന്ന ഗോമതി ഓരോ അക്ഷരവും ഒരു ഭക്ഷ്യവിഭവത്തിൻ്റെ പേരുമായി ചേർത്ത് വെച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ അധ്യായ വിഭജനവും അക്ഷരമാലാ ക്രമത്തിലാണ്. കോമതിക്ക് എ എന്നാൽ അരിസിയപ്പളമാണ്, ബി എന്നാൽ ബദാം, ഐ എന്ന അക്ഷരം ഇഞ്ചി എന്ന് പറയുന്ന പദവുമായി ചേർത്ത് വെച്ചാണ് അവർ പഠിക്കുന്നത്. അതുപോലെ ജെ എന്നാൽ ജീരകമുട്ടായി, കെ എന്നാൽ കറിവേപ്പിലൈ, അങ്ങനെയൊക്കെയാണ് ഈ പുസ്തകം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ഭക്ഷ്യവിഭവത്തിൻ്റെ കഥ പറയുന്ന ഓരോ അധ്യായവും അതോടൊപ്പം തന്നെ ലെനയുടെ കൂടി കഥയായി മാറുന്നു. ലെന ഷൂലാപാനി ദേവ് എന്ന മഹാനടന് അദ്ദേഹത്തിൻ്റെ ലീ ആയി മാറുന്നു. ഷൂലാപാനി ദേവ് ലെനയുടെ ജീവിതത്തിൽ ഷിപ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു. അങ്ങനെ ഈ പുസ്തകം ലീയുടെയും ഷിപ്പിൻ്റെയും കഥയാണ്. അവരുടെ പ്രണയത്തിൻ്റെ കണ്ടെത്തലുകളാണ്. ആ കണ്ടെത്തലുകൾക്ക് വഴിയൊരുക്കുന്നതാവട്ടെ വ്യത്യസ്തമായ അക്ഷരമാലകളിൽ കോർത്ത രുചിക്കൂട്ടുകളും. ആവിയിൽ വേവിച്ച് പാകമാക്കി കഴിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ പോലെ ജീവിതത്തിൻ്റെ ആവിയിൽ വെന്തുപോകുന്ന പ്രണയമില്ലാത്ത മനുഷ്യരുടെ കൂടി കഥയാണിത്.
ദാമ്പത്യത്തിൻ്റെ സമവാക്യങ്ങളും അതിനെ അതിജീവിക്കുന്ന പ്രണയത്തിൻ്റെ സങ്കീർണമായ രാസക്രിയകളും ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സ് എന്ന പുസ്തകത്തെ അടയാളപ്പെടുത്തുന്നു. മോഷ്ടിച്ചെടുക്കുന്ന സന്തോഷങ്ങളും കുറ്റബോധത്തിൻ്റെ മേലങ്കികളില്ലാത്ത വാക്കുകളും കരളുകൊണ്ട് പ്രണയിക്കാൻ പഠിപ്പിക്കുന്ന മുത്തശ്ശിയും സ്വർഗസുഗന്ധം കണക്കെ ആത്മാവിലേക്ക് ഊളിയിടുന്ന ഫിൽറ്റർ കോഫിയുടെ ഗന്ധവുമൊക്കെ ഈ പുസ്തകത്തെ പൂർണ്ണമാക്കുന്നുണ്ട്. ഒരു സർക്കസ് കൂടാരത്തിൽ തളയ്ക്കപ്പെട്ട ഒരു പുള്ളിപ്പുലിയുടെ ശൗര്യത്തെ തുറന്നു വിട്ടാൽ എങ്ങനെയിരിക്കും? അതതിൻ്റെ വന്യതയിലേക്ക് കുതിച്ച് പായുകയില്ലേ? അതായിരുന്നു ലെനയുടെ പ്രണയം ഷൂലാപാനി എന്ന അഭിനേതാവിൽ ചെയ്തതും. അകലെ എവിടെയോ ഇടിമുഴക്കങ്ങൾ ഉരുണ്ടുകൂടിയപ്പോൾ ജീവിതത്തിൻ്റെ വ്യാകരണ പുസ്തകത്തിൽ 2 ക്രിയാപദങ്ങൾ പോലെ ലീയും ഷിപ്പും കൂട്ടിമുട്ടി. ഈ പ്രണയപാചകത്തെ പാകം ചെയ്തെടുക്കുന്നതിൽ പാചകക്കാരി കോമതിയുടെ ഓർമ്മകളും തമിഴ് ചുവയുള്ള ശൈലികളും പ്രയോഗങ്ങളുമൊക്കെ പ്രധാനമാണ്. ജീരകമുട്ടായിയും കറിവേപ്പിലയും ഉഴുന്നും റവയും തൈരും പാവക്കയും ഞണ്ടുമൊക്കെ ഈ പുസ്തകത്തിൻ്റെ കൂടി ചേരുവകളാണ്. ഉഴുന്ന് അളന്നെടുക്കുന്നത് പോലെ അത്രയും ശ്രദ്ധയോടുകൂടി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും അളന്നെടുക്കണം എന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. യാഥാർത്ഥ്യം പലപ്പോഴും കയറി വന്ന് നമ്മുടെ ഭാവനകളുടെയും സങ്കല്പങ്ങളുടെയും മാന്ത്രികതകളുടെയും ഒക്കെ തൊലി കളഞ്ഞ് ഒടുവിൽ നമ്മൾക്ക് നേരെ വെച്ചു നീട്ടുന്നത് ജീവിതത്തിൻ്റെ ചുരുണ്ടുകീറിയ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ ഉടഞ്ഞുപോയ നമ്മുടെ സ്വപ്നങ്ങളുടെ തുണ്ടുകളുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മറ്റു വ്യക്തികളുടെ, നമുക്ക് ചുറ്റിലുമുള്ള മനുഷ്യരുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ചുള്ള രുചികൾക്കനുസരിച്ച് പാകം ചെയ്യാതെ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും അഭിരുചികളും രുചികളുമൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജീരകമിഠായി കഴിക്കാൻ കുട്ടിക്കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന ലെന ഇബ്രഹാം എന്ന പെൺകുട്ടി വളർന്ന് വലുതായപ്പോൾ അവളുടെ ആത്മാവിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി ജീവിതവുമായി മുന്നോട്ടു പോകുമ്പോൾ അനിത നായർ ഈ പുസ്തകത്തിൽ എഴുതുന്നത് പോലെ ലൈഫ്സ് വിൽ ഫോൾ എപാർട്ട് ബട്ട് ലൈഫ് വിൽ ഹീൽ ഇറ്റ് സെൽഫ്. അവൾക്ക് ചുറ്റുമുള്ള നിരവധി ജീവിതങ്ങൾ തകർക്കപ്പെട്ടേക്കാം, മുറിവുകൾ രൂപം കൊണ്ടേക്കാം, പക്ഷേ ജീവിതം മെല്ലെ അതിൻ്റെ പുതിയൊരു സ്വാഭാവികതയിലേക്ക് തിരിച്ചു വരും. അതെ, അനിത നായരുടെ പുസ്തകം ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സ് വെറും 204 പേജുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു പുസ്തകമാണ്. ജീവിതത്തിൻ്റെ കൗതുകമുള്ള നിരവധി രുചികളെ ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തും.